ഹലോ. ഹലോ. മമ്മൂലാക്ക സ്പീക്കിംഗ്. ഞാൻ സൂസനാന്നേ. എവിടെ മനസ്സിലായില്ല. ചക്കിപ്പറമ്പിലെ സൂസനെ. അപ്പൊ ആ ചക്കിപ്പറമ്പിലെ സൂസൻ സ്നേഹമില്ല അങ്ങനെയൊന്നല്ല മമ്മൂലാക്ക. നമ്മുടെ പിന്നെ കൊച്ചുമക്കളെല്ലാം അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. കൊച്ചുമക്കള് സ്റ്റീഫനും പിന്നെ കെട്ടിയോളും കൊച്ചുപിള്ളേരെല്ലാരും പിള്ളേരൊക്കെ ഉണ്ടല്ലേ? എല്ലാരും ഉണ്ട്. അപ്പൊ ഞാൻ ആ പിള്ളേരെയൊക്കെ കളിപ്പിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്കങ്ങനെ ആരും വിളിക്കാനൊന്നും നേരം കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിളിച്ചതേ പിന്നെ ഒരു 400-ന്റെ പൊതി ഉണ്ടാവോ എടുക്കാൻ? അയ്യോ 400 1000-ന്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതെ അത്യാവശ്യം ആയതുകൊണ്ടാണ്. സ്റ്റീഫനാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കുവേ. അപ്പൊ പിന്നെ അവന് റിസലേ പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്കന്ന്. റൗച്ചൊക്കെ ഉണ്ടാക്കും അവൻ എന്തൊക്കെയോ ടൂളൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ നല്ലതായിട്ട് റോൾ ചെയ്ത് തരും. അപ്പൊ അമ്മച്ചിക്ക് 2 പുകയും കൊടുക്കണം. അപ്പൊ അങ്ങനെ എല്ലാവരും കുടുംബവും എല്ലാവരും ഒന്നിച്ച സമയമാണല്ലോ. അപ്പൊ ഞങ്ങൾക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയാ. നമ്മളാകെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരാൻ പറ്റുമോ? പിന്നെ 1000-ന്റെ എടുക്കാനുള്ള ഇതില്ലാന്ന്. ഒരു കാര്യം ചെയ്യാവോ? അത് പകുതിയാക്കി മുറിച്ചേച്ചേ. 500 ഞാനങ്ങ് എടുത്തേക്കാം. 500 ഞാൻ വേണമെങ്കിൽ അടുത്ത ആഴ്ച, അല്ലെങ്കിൽ എനിക്ക് 1000-ന്റെ തന്നാ മതി കേട്ടോ. ഞാനിപ്പം പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടേ കാശ് തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്റ്റീഫന് 500 ഞാനിപ്പോ തരാം അങ്ങോട്ട്. പിന്നെ നമ്മളെ ഇനിയും കാണാനുള്ളതല്ലേ. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഇവരെ സൂഫീനെ വിളിച്ചിട്ട് അവർക്ക് ലൂസായിട്ട് കൊടുക്കും. ആണല്ലേ? എന്നാ ശരി മമ്മ. എന്നാ കഷ്ടം. ഒന്ന് ഇറങ്ങാന്ന് കരുതി കഴിഞ്ഞ് ഞാൻ ആരെയും വിളിച്ചാൽ കിട്ടത്തില്ല. ബെല്ലടിക്കാൻ പോണ്ട. ഹലോ. ഹലോ. സൂസിയേ? സൂസിയാണോ? ഞാൻ സൂസന്നെയാ. അയ്യോ ഇതെന്നാണ്ട് വിശേഷം? എന്നാ പറയാനത്, നമ്മുടെ കൊച്ചുമക്കളെല്ലാം അമേരിക്കയിൽ വന്നിട്ടുണ്ട്. സ്റ്റീഫനും കൊച്ചുപിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. റോമലുണ്ടോ? മോനുണ്ടോ? കൊച്ചുമോനൊക്കെ ഉണ്ടോ? എല്ലാരും ഉണ്ടെന്നേ. അവര് 10-15 പേര് ഫ്രണ്ട്സ് വേറെ ഉണ്ട്. അത് ശരി. ഒക്കെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ? ആണല്ലേ? വേറെ ഒരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. ഏതാ? LSD. ഞാൻ കഴിഞ്ഞ തവണ ഒരു LSD ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എത്ര 400 മഴവില്ല് കണ്ടായിരുന്നോ? ഞാൻ കോട്ടയം വരെ ഒന്ന് പോയി. അപ്പൊ കോട്ടയം പോയി ഞാൻ പിന്നെ കല്ലറ വരേക്കൊന്ന് പോയിട്ടേ പിന്നെ പറന്നിങ്ങ് തിരിച്ചു പോന്നു. എനിക്കാണെങ്കിൽ തൊണ്ടയ്ക്കൊക്കെ എന്നാന്ന് അറിയത്തില്ല. കരകരപ്പ് 2 പുക അടുത്തോട്ട് എടുത്തു കഴിഞ്ഞാല് ശരിയാവും. ആണല്ലേ? അപ്പൊ ഞാന് പിന്നെ ജോസഫിനെ വിടാം അങ്ങോട്ട്. എനിക്ക് പിന്നെ ഒരു 200 എടുക്കാനുണ്ടാവും. ഉണ്ടാവുമല്ലേ? പിന്നെ ഞാൻ ശരിക്കും സന്തോഷമായി കേട്ടോ. ഞാൻ രാവിലെ തൊട്ട് ഡ്രൈ ആണേ. അത് ശരി. രാവിലെ തൊട്ട് പിന്നെ ഒരു അടിക്കാനും ഇല്ല. ഇപ്പൊ മദ്യപാനത്തിനോടൊന്നും താല്പര്യമില്ലേ? അത് ശരി. ഇപ്പൊ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ ഏതായാലും ഇടുക്കിയിലെ സാധനം ഇപ്പൊ കൊണ്ടുവരുന്നത്. ഇടുക്കിയിലാണോ? ഇടുക്കിയില്. ഒരു കാര്യം ചെയ്യും. ഇതിന് കിക്ക് കൂട്ടാൻ വേണ്ടി നമ്മുടെ സൂര്യോദയമില്ലേ? സൂര്യോദയത്തിന് സമയത്താകുമ്പോ വെളിച്ചം രാവിലെ വെളുപ്പിനെ കൊണ്ട് വെക്കണം. അത് വെയിലത്ത് വെക്കണം. വെളുപ്പിന് വെയിലുണ്ടാവും. ഇളം വെയിലല്ലേ? അല്ല അവിടെയാണ് ചിരിക്കുന്നേ. സൂസു വന്നോ അവിടെ? കൊച്ചുമോളാ സൂസു. അത് ശരി. അന്വേഷണം പറഞ്ഞേ കേട്ടോ. പറയാം. മോളോട് റൗച്ചുണ്ടാക്കാനൊക്കെ പഠിക്കാൻ പറ മര്യാദ. അവരുണ്ടാക്കി. ഇപ്പൊ 3 ഉണ്ടാക്കി. ഇപ്പൊ ചെറിഞ്ഞിരിക്കുകയാണോ? രാവിലെ തൊട്ടതാണല്ലേ മോനെ? അതാരാത്? ബിജോയെ നീ ഒന്ന് വാടാ. ഇതുവരെ നമ്മളൊന്ന് കൂടിയിട്ട് അത്ര കാലമായി. നീ വാടാന്നുള്ള വിളിയെടുത്തിട്ട് ഞാൻ അമ്മച്ചു ആവർന്നപ്പോഴേക്കും നല്ല വാടായിരുന്നു. എന്റെ ദൈവമേ, നീ ചളിയടിക്കല്ലേ? നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ഞാനേ പിന്നെ നന്നായിട്ട് പിന്നെ